ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മഹാലക്ഷ്മിയുടെ മറ്റൊരു വലിയ ഒരു ക്രിയാമന്ത്രം. അതായത് ഒരുപാട് പേര് പറയുകയുണ്ടായി, ഇതിക്ക് മുൻപുള്ള മഹാലക്ഷ്മി മന്ത്രം സ്ഥിരം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമാണ് ഞാൻ കൊടുത്തത്. ഓം ശ്രീ അഖിലാണ്ട സൗഭാഗ്യ ധനദാന സമൃദ്ധിം എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി ക്രിയ. അത് നിത്യം ജപിക്കേണ്ടുന്ന ഒരു ക്രിയയാണ്. എന്നാൽ ഒരു പീരീഡ് കണക്കിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മഹാലക്ഷ്മി യന്ത്രങ്ങളോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ക്രിയകളോ ഉണ്ടെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് പാലക്കാടോ മറ്റുള്ളതാണെന്ന് തോന്നുന്ന ഒരു സുഹൃത്ത് ചോദിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. അതായത് ഈ മന്ത്രം 64 ദിവസമാണ് ചൊല്ലേണ്ടത്. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ മന്ത്രം നിർത്താം. അത് എപ്പോൾ ചൊല്ലണം എന്നുണ്ടെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലണം. അതായത് 4:30-ക്കും 5:30-ക്കുള്ളിലാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഈ മന്ത്രം ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടാകുമെന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണു, നൊയമ്പുകളോ മത്സ്യമാംസാദികളോ അതൊന്നും ഇതിന് ബാധകമല്ല. നൊയമ്പെടുക്കേണ്ട ആവശ്യമില്ല. മത്സ്യമാംസാദികളൊക്കെ കഴിക്കാം. കാലത്തെ ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ. ഇനി ഇതിന് പ്രത്യേകത വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ മന്ത്രം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് ഇത് ചൊല്ലാതിരിക്കണം. കാരണം നമ്മൾക്കത് സിങ്കല്ല എന്ന് നമുക്കത് യോജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവിടുന്ന് പിന്നെ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും മനസ്സിൽ മഹാലക്ഷ്മി ദേവിയോട്, അമ്മയോട് അത്രയും ഭക്തിയോടുകൂടി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ 64 ദിവസം മുടങ്ങാതെ ചൊല്ലാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, സ്ത്രീകൾ അപ്പോൾ പിരീഡ് വരുമ്പോൾ എന്ത് വേണം എന്നുള്ളൊരു ചോദ്യം അവിടെ വരാം. പിരീഡ് സമയത്ത് ആ 7 ദിവസം ചൊല്ലേണ്ട. അവർക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂസ് ചെയ്യാം. ഇങ്ങനെ 64 ദിവസം കുളികുറി തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മുൻ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ഗുരുവിളക്ക് എല്ലാ വീടുകളിലും സമർപ്പിക്കണം. ഗുരുവാണ് ഈശ്വരൻ. അത് കഴിഞ്ഞിട്ട് ഗുരു കഴിഞ്ഞിട്ട് ഈശ്വരനൊക്കെ സ്ഥാനമുള്ളൂ. ആ ഗുരുവിളക്കിലെ മുന്നിലിരുന്നു കൊണ്ട് ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുന്നൊരു വിളക്ക് നമ്മൾ വീട്ടിലുണ്ടാകണം. ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യ് ഒരു 90% സിന്തറ്റിക് നെയ്യുകളാണ്. പരമാവധി നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ നെയ്യുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ച് കത്തിക്കണം. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഒന്നും വെളിച്ചെണ്ണയല്ല, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. രോഗങ്ങൾക്കെല്ലാം കാരണം ഇതാണ്. ഇതെല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. ഇന്ന് നമ്മൾക്കിവിടെ തേങ്ങയില്ല, പക്ഷെ സുലഭമായി വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ. എവിടെ നിന്ന് ഉണ്ടാവുന്നു നമ്മൾ ചിന്തിച്ചാൽ അറിയാം. ഇതൊക്കെ സിന്തറ്റിക്കായിരിക്കുന്ന വെളിച്ചെണ്ണകളാണ്. അപ്പോൾ ഇനി അതിലേക്ക് കടക്കുന്നില്ല.
ഈ വിളക്ക് കൊളുത്തുമ്പോൾ ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് വേണം കത്തിക്കാൻ. 5 തിരിയിട്ട് കൊളുത്താം. ആ 5 തിരി എവിടേക്കൊക്കെ തിരിക്കണമെന്ന് മുൻ എപ്പിസോഡിലൊക്കെ ഞാൻ പറയണ്ടായി, അതൊക്കെ കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഈ മന്ത്രം നിത്യം 64 തവണ ചൊല്ലണം. അത് 64 ദിവസം ചൊല്ലണം. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ദോഷം ഉണ്ടാകുമോ എന്നൊക്കെ ഇനി ചോദിക്കാം. അതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഒരു കോഴ്സാണത്. അപ്പോൾ നിത്യം ആചരിക്കുന്നവർക്ക് അത് ആചരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പീരീഡ് കണക്കിലുള്ള എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചതിന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു 64 ദിവസം ഇതിന് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വന്നു ചേരും. നിങ്ങളുടെ കടങ്ങൾ തീരാൻ വഴികൾ വന്നു ചേരും. അത്രയും ഭയഭക്തിയോടുകൂടി വേണം ഇത് ചൊല്ലാൻ. പരമേശ്വരനെ ആദ്യം നനയ്ക്കണം. ധനഭൈരവനാണ് കുബേരന് ധനം കൊടുക്കുന്നത്. ആ കുബേരൻ്റെ അധിപതിയായിട്ടാണ് മഹാലക്ഷ്മി വസിക്കുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ മഹാലക്ഷ്മി മഹാമായ കുബേര ഭഗവാനോട് ചോദിക്കും, ആരാണ് നമ്മളെ ബുദ്ധിമുട്ടിയിട്ട് നമ്മളെ സേവിക്കുന്നത് എന്നും. അപ്പോൾ കുബേരൻ നമ്മളുടെ പേര് അമ്മയോട് പറയൂത്രേ. അപ്പോൾ ശിവൻ്റെ അനുവാദത്താലാണ് നമ്മൾക്ക് ധനം തരുന്നത്. അപ്പോൾ ശിവനെ നമ്മൾ കാശി വിശ്വനാഥനെ സദാ സ്മരിച്ചുകൊണ്ടേയിരുന്നാൽ എല്ലാ തടസ്സങ്ങളും മാറി ഈ ക്രിയ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. മന്ത്രം ഞാൻ ചൊല്ലാം. ഇത് കാണാപാഠം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എഴുതി വെച്ചിട്ട് ഇതെന്നാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോടിയായിട്ടൊന്ന് എക്സ്പീരിയൻസ് വരുത്തണം. ഒന്ന് ബൈഹാർട്ട് ഒരുവിധം പൂർണ്ണമായിട്ട് ബൈഹാർട്ട് അല്ലെങ്കിലും ഈ 64 ദിവസം 64 തവണ ചൊല്ലുന്നതോടുകൂടി ബൈഹാർട്ടാവും. ഇനി തുടങ്ങുമ്പോൾ ബൈഹാർട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. എല്ലാവരെയും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന് നിങ്ങൾ തരുന്ന നല്ല നല്ല സപ്പോർട്ടുകൾ വിലമതിക്കുന്നതാണ്. ചിലർക്ക് ചില വിപരീതമായ അഭിപ്രായങ്ങളുണ്ട്. മലയാള മാന്ത്രികങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് സ്വാമി എന്ന് പറയേണ്ടത്. അതൊക്കെ ഒരു അറിവും, അതല്ലാതെ അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് അതൊരു കലാരൂപമായി കണ്ടാൽ മതി. നമ്മുടെ ഈ ഡിവോഷണൽ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ എല്ലാ മേഖലയിലും താന്ത്രികത്തിലും എല്ലാ കർമ്മങ്ങളെയും ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മന്ത്രം ചൊല്ലാം. ഓം വന്ദേ ലക്ഷ്മീം പരവ ശിവമയീം ശുദ്ധജാംബൂനധാഭാം തേജോരൂപാം കനകവസാനാം സർവദുഷ്ടോജ്വലാഗീം ബീജാപൂരം കനകകലശം ഹേമപത്മം ദധാനാം വിദ്യാം ശക്തിം സകലജനനീം വിഷ്ണുമാമാങ്ക സംസ്ഥാം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഓം. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വ്യക്തി ഇവിടെ ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊക്കെ സാധിക്കൂ സ്വാമി എന്ന് ഒരു വീട്ടമ്മ വിളിച്ച് ചോദിക്കേണ്ടായി. നിങ്ങൾ മറ്റുള്ള ചാനൽ പോലെയല്ല, ഇത് ഓരോ ഗുരുവിൽ നിന്ന് വാങ്ങിച്ച അറിവുകളാണ് ഞാൻ ഇന്ന് വിശ്വത്തിനായി കൊടുക്കുന്നത്. നിങ്ങൾ സാധകം ചെയ്യുക, ഭക്തിയോടുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണും.
എല്ലാവരെയും കുടുംബ പരദേവത മഹാമായ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.